വെൽക്കം ടു അക്കൗണ്ടൻസി ക്ലാസ്. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സിൽ മൂന്നാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം. രണ്ടാമത്തെ അധ്യായം അതിനുശേഷം നമുക്ക് പൂർത്തീകരിക്കാം. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ഇടപാടുകളുടെ രേഖപ്പെടുത്തൽ എന്നാണ്. എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് നമുക്കെങ്ങനെ നോക്കാം. അതിനായി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന ആശയങ്ങളാണ്. ഒന്ന്, ഉറവിട രേഖകൾ. കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ബില്ലുകൾ ചോദിച്ചു വാങ്ങാറുണ്ടോ? ഈ ബില്ലുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടാകാറുണ്ട്? നമ്മൾ സാധാരണയായിട്ട് കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയങ്ങളിൽ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബില്ല് നമ്മൾ ചോദിച്ചു വാങ്ങും, അല്ലേ? പല ഉപയോഗങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകും. എന്തെല്ലാമാണത്? സാധനങ്ങളുടെ വില, അളവ്, വാങ്ങിയ തീയതി എന്നിവ പിന്നീട് പരിശോധിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഓരോ സാധനത്തിൻ്റെയും വില നമുക്കറിയണമെങ്കിൽ, നമ്മൾ എന്നായിരുന്നു ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ ബില്ല് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ചിലവുകൾ കൃത്യതയോടെ രേഖപ്പെടുത്തി വയ്ക്കാൻ സഹായിക്കും. നമ്മൾ ഓരോ ദിവസത്തെയും ചിലവുകൾ ഇത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ വിചാരിച്ചെഴുതുന്നതിനേക്കാളും എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഈ ബില്ലിൽ ഉണ്ടാവും. പിന്നെ ഇടപാട് നടന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ ബില്ല്. സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് ഈ സോഴ്സ് ഡോക്യുമെൻ്റായ ഉറവിട രേഖയായ ബില്ല്. ഇങ്ങനെ പല ആവശ്യങ്ങളും നമുക്ക് ഈ ബില്ലുകൾ കൊണ്ട് ഉണ്ടാകാം, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ബില്ലിൻ്റെ ഫോമാറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ബില്ലിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കൂ. മുകളിൽ സ്ഥാപനത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്, അല്ലേ? ബിൽ നമ്പർ ഉണ്ട്, സാധനം വാങ്ങിയ തീയതി ഉണ്ട്. ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിൽ അതിൽ സമയം ഉണ്ടായിരിക്കും, വാങ്ങിയ സാധനം, എത്ര എണ്ണം വാങ്ങി, വില, ആകെ തുക എന്നിവയെല്ലാം ബില്ലിലുണ്ടായിരിക്കും. അപ്പോൾ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ഒരു ഉറവിട രേഖയായിട്ടാണ് ഈ ബില്ലിനെ നമ്മൾ കണക്കാക്കുന്നത്. ബിസിനസ് സ്ഥാപനങ്ങളിൽ ബില്ല് ഒരു പ്രധാന ഘടകമാണ്. എന്ത് സാധനം വാങ്ങിയാലും വിറ്റാലും അതിന് ബില്ലുണ്ടായിരിക്കണം. എന്നാലേ ഉള്ളൂ അതിനൊരു തെളിവുണ്ടാവുക. നമ്മൾ സാധനം വിറ്റു അല്ലെങ്കിൽ വാങ്ങി എന്നതിനുള്ള വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് ഇവിടെ നമ്മൾ ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ബില്ലുകൾ, റെസീപ്റ്റുകൾ, ഇൻവോയ്സുകൾ, ക്യാഷ് മെമ്മോകൾ, വൗച്ചറുകൾ എന്നിങ്ങനെയൊക്കെ ഉറവിട രേഖകൾ പറയാം. ഉറവിട രേഖകൾക്ക് ഉദാഹരണമാണ് ബില്ല്, റെസീപ്റ്റ്, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ, വൗച്ചർ. ഇതൊക്കെ സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ ഉറവിട രേഖകൾക്ക് ഉദാഹരണം ആണ്. ഇവിടെ ബിൽ നമ്പർ കാണുന്നില്ലേ, കടയുടെ പേര് കാണുന്നുണ്ട്, തീയതി, തുക, സാധനങ്ങളുടെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? എല്ലാ ഇടപാടുകളുടെയും ഇത്തരം ഉറവിട രേഖകൾ ദിവസക്രമത്തിൽ അടുക്കി ക്രമനമ്പർ നൽകി ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. കണക്ക് ബുക്കിൽ ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് ഇത്തരം വൗച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു മാസത്തെ ബില്ല് മുഴുവൻ നമ്മൾ ഒരുമിച്ച് നോക്കിയിട്ട് അതെന്ത് ചെയ്യും, നമ്മൾ മറ്റു പുസ്തകങ്ങളിലേക്ക് മാറ്റും. അപ്പോൾ ഓരോ തവണ മാറ്റുമ്പോഴും നമ്മൾ എഴുതുന്ന എമൗണ്ടിന് കൃത്യമായിട്ടുള്ള ഒരു രേഖ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു മാസം മുഴുവൻ പൂർത്തീകരിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മാസത്തെ ലാഭവും നഷ്ടവും കണക്കാക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം വിറ്റതും നമ്മൾ വാങ്ങിയതുമായിട്ടുള്ള ചിലവുകൾ നമുക്ക് ഈ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഉറവിട രേഖ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ബിസിനസ് ഇടപാടുകൾക്ക് തെളിവായി ഉറവിട രേഖകൾ സൂക്ഷിക്കണമെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ചെറിയ തുകകൾ ചെലവഴിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഓട്ടോ കൂലി, രോഗികൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായം മുതലായവയില്ലേ, ഇവയ്ക്ക് ഉറവിട രേഖകൾ ലഭിക്കണമെന്നില്ല, അല്ലേ? ഇത്തരം സാഹചര്യത്തിൽ ചെലവിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി സ്ഥാപനത്തിൻ്റെ മേലധികാരിയുടെ ഒപ്പോടുകൂടി നമുക്ക് ഉറവിട രേഖകൾ തയ്യാറാക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ഓട്ടോ പിടിച്ച് അവിടേക്ക് പോയതാണ്, വേറൊരു സ്ഥലത്തേക്ക് പോയതാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് നമ്മൾ നൽകുന്ന പണമില്ലേ, അതിനെന്തില്ല, ബില്ലുണ്ടാവണമെന്നില്ല, അല്ലേ? അതേപോലെ രോഗിക്ക് നമ്മൾ നൽകുന്ന സാമ്പത്തിക സഹായം, ബിസിനസ് സ്ഥാപനം കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിന് നമുക്ക് റെസിപ്റ്റ് കിട്ടണമെന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു പേപ്പറിൽ എഴുതുക, വെള്ളക്കടലാസിൽ ഇത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മേലധികാരിയുടെ ഒപ്പോടുകൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഉറവിട രേഖയായിട്ട്
കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഒരു വൗച്ചറിൻ്റെ സാമാന്യ രൂപം നമുക്ക് നോക്കാം. വൗച്ചർ, സ്ഥാപനത്തിൻ്റെ പേരെഴുതുക, വൗച്ചർ നമ്പർ എഴുതുക, തീയതി, ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്, തുക, വിശദാംശങ്ങൾ എന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് എഴുതുക, അനുമതി നൽകിയത് ആരാണ്, തയ്യാറാക്കിയത് ആരാണ്, പേരും ഒപ്പൊക്കെ ഇടുക. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇതും ഒരു ഉറവിട രേഖയായിട്ട് മാറാണ്. ഇതൊരു ഇടപാട് വൗച്ചറാണ്. ബിസിനസ് ഇടപാടുകളുടെ സ്വഭാവവും സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളും പരിഗണിച്ച് വൗച്ചറുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. ഇങ്ങനെ തന്നെ തയ്യാറാക്കണമെന്നില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് അടിയിൽ മേലധികാരിയുടെ ഒപ്പ് വാങ്ങിച്ചാൽ മതി. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ വൗച്ചറുകളുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇടപാട് വൗച്ചറുകൾക്ക് പുറമെ ഡെബിറ്റ് വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ, ജേണൽ വൗച്ചർ എന്നിങ്ങനെ വൗച്ചറുകളെ തരംതിരിച്ച് വെക്കാറുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഉറവിട രേഖകൾ എന്ന് മനസ്സിലാക്കുക, ഉറവിട രേഖകൾക്ക് ഉദാഹരണം മനസ്സിലാക്കുക, ഉറവിട രേഖകൾ ഉണ്ടെങ്കിലുള്ള ഗുണം മനസ്സിലാക്കുക, എന്തിനാണ് ഉറവിട രേഖകൾ സൂക്ഷിക്കുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട്, നമ്മൾ ഓരോ ദിവസവും സാധനങ്ങൾ വിറ്റഴിക്കുകയാണ്. അത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ബില്ല് കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും ചിലവഴിച്ച അല്ലെങ്കിൽ വിറ്റുപോയ സാധനങ്ങളുടെ വിവരങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.